കൂട്ടുകാരെ, ചെമ്പനീരിപ്പൂവ് പുത്തൻ പ്രൊമോയില് വളരെ സംഘർഷപ്രദമായ മുഹൂർത്തങ്ങളായിട്ട് നമ്മുടെ വർഷയെ, നമ്മുടെ വീട്ടുകാരെ, നമ്മുടെ അമ്മ, വർഷയുടെ അമ്മയച്ഛനും ചേർന്ന് മുറിയിൽ പൂട്ടിയിടുന്നുണ്ട്. വർഷയുടെ ഫോണൊക്കെ മേടിച്ച് വെച്ചിട്ട് അതിനുശേഷം നമ്മുടെ വർഷയുടെ അച്ഛൻ, നമ്മുടെ ശ്രീകാന്തിൻ്റെ അച്ഛൻ, നമ്മുടെ രവീന്ദ്രനായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ഉറപ്പ് കൊടുക്കുന്നുണ്ട്, എൻ്റെ മകൻ ഇനി നിങ്ങളുടെ പുറകെ നടക്കില്ല, എൻ്റെ മകൻ്റെ ഭാഗത്തു നിന്നും ഒരു ശല്യവും ഉണ്ടാകില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ ധൈര്യമായി കല്യാണം കഴിപ്പിക്കാം, ഇത് എൻ്റെ ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ വർഷയുടെ അച്ഛന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീട്ടിൽ വരുമ്പോൾ നമ്മുടെ സച്ചിയും പറയുന്നുണ്ട്, ശ്രീകാന്ത് ഒരിക്കലും അച്ഛനെ സങ്കടപ്പെടുത്തുന്ന ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അച്ഛ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയും നമ്മുടെ രവീന്ദ്രന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കും, നമ്മുടെ വർഷ ആ ഒരു മുറിയിൽ നിന്ന് ഏതോ ഒരു പഴയ ഒരു ഫോണൊക്കെ തപ്പിപ്പിടിച്ച് നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആയ സ്ഥിതിക്ക് 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ കല്യാണം എങ്ങനെയും നടത്തിയിരിക്കണം എന്നൊക്കെ നമ്മുടെ വർഷയ്ക്ക് ഉറപ്പ് കൊടുക്കുകയും വർഷ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു രംഗമായിട്ട് നമുക്ക് പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. ഇനി എങ്ങനെയൊക്കെ ആവും കഥ അല്ലെ പ്രേക്ഷകർ? ഇവരുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ വീട്ടിലാരും രവീന്ദ്രനും സച്ചിയും ഉൾപ്പെടെ ആരും ഇവർ അംഗീകരിക്കില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. പിന്നീട് ഇവർ എന്ത് ചെയ്യും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണോട്ടോ. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.